ക്യു എസ് റാങ്കിങ് എന്നുള്ളൊരു വാക്ക് ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആളുകളും ഉണ്ടാകും. എന്താണ് ഈ ക്യു എസ് റാങ്കിങ്? ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റാങ്കിങ് ആണ് ഈ ക്യു എസ് റാങ്കിങ് എന്ന് പറയുന്നത്. ക്യു എസ് റാങ്കിങ്ങിന്റെ ടോപ്പ് 500 വന്നു, അല്ലെങ്കിൽ ടോപ്പ് 200 വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പല യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിൽ അത് എടുത്ത് പറയാറുള്ളത്. ക്യു എസ് എന്ന് പറയുന്നത് കൊക്കറല്ലി സൈമൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK ബേസ്ഡ് ഏജൻസിയാണ്. ഈ ഏജൻസിയാണ് ലോകത്തുള്ള 1500ഓളം യൂണിവേഴ്സിറ്റികളെ ഒരു റാങ്കിങ് ലിസ്റ്റ് ചെയ്യുന്നത്. അവർ പല പാരാമീറ്റേഴ്സും പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഈ റാങ്കിങ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ടോപ്പ് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ, അല്ലെങ്കിൽ അവരൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അതിന്റെ റാങ്കിങ്ങിൽ ടോപ്പിൽ വന്നാൽ അതാണ് അവർ പ്രൊമോട്ട് ചെയ്യാറുള്ളതും. മേ ബി യൂണിവേഴ്സിറ്റികളുടെ അക്കാഡമിക് റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി റെപ്യൂട്ടേഷൻ, സ്റ്റുഡൻസ് ഫാക്കൽറ്റി റേഷ്യോകൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ വന്നിട്ടുള്ള സൈറ്റേഷൻസ് നോക്കിയിട്ട്, ഒരു ഇന്റർനാഷണൽ വിസിബിലിറ്റി, ഇന്റർനാഷണൽ പ്രസൻസ് ഒക്കെ നോക്കിയിട്ട്, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സും പാരാമീറ്റേഴ്സും വെച്ചിട്ടാണ് ഈ ക്യു എസ് റാങ്കിങ് അവർ ലിസ്റ്റ് ചെയ്യുന്നത്. ക്യു എസ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് അപൂർവമായിട്ടാണ് യൂണിവേഴ്സിറ്റികളൊക്കെ അതിന്റെ ടോപ്പുകളിൽ വരാൻ, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത്. IIT ഡൽഹി, അല്ലെങ്കിൽ IIT ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ക്യു എസ് റാങ്കിങ്ങിന്റെ ടോപ്പിൽ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളൂ. മേ ബി ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഒരു എന്താ പറയുക, പല രീതിയിലെ റിസർച്ച് സൈറ്റേഷൻസ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റർനാഷണൽ പ്രസൻസ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം, ഇന്റർനാഷണൽ വിസിബിലിറ്റി കുറഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ വരാതിരിക്കാൻ കാരണം. നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നല്ല കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില ഫാക്ടേഴ്സും പാരാമീറ്റേഴ്സും ഒക്കെ നമ്മൾ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്യു എസ് റാങ്കിങ്ങിൽ നമുക്ക് വലിയൊരു പെർഫോമൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്ക് വരാതിരിക്കാൻ കാരണം. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നോക്കിക്കാണുന്നത്, നിങ്ങൾ IIT ഡൽഹിയോ ബോംബെ, ഇനി അതല്ല ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്യു എസ് റാങ്കിങ്ങിൽ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ആയിക്കോട്ടെ, ഇവിടെ മറ്റൊരു ക്യു എസിലേക്കും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള വേറൊരു ക്യു എസിന് വേണമെങ്കിൽ ഒരു നിർവചനം നമുക്ക് കൊടുക്കാം. ആ ക്യു എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ക്വാളിറ്റി ആൻഡ് സ്കിൽസ്. അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ, സ്കില്ലുണ്ടോ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതും ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, ഇനി മറ്റ് അത്രയും ഫേമസ് അല്ലാത്ത ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ഏതല്ല ഫേമസ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ഈ ക്യു എസിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിന്റെ ഒക്കെ ഒരു ഫോക്കസ് ശരിക്കും വേണ്ടത്, ക്വാളിറ്റി ആൻഡ് സ്കിൽ. ആ രീതിയിൽ നമ്മൾ റാങ്കിങ്ങിന് പിറകെ, ഡെഫിനറ്റ്ലി റാങ്കിങ് ഒക്കെ നല്ലതാണ്, റാങ്കിങ്ങിന് പിറകെ ഓടുന്നതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ക്യു എസ്, ഒരു ക്വാളിറ്റി സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു റെലവൻസിന്റെ പിറകെയും ഓടുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലെറ്റ്സ് സീ.